രണ്ടാമതും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ പിണറായി വിജയന്റെ ഏറ്റവും വലിയ ഒരു ധൈര്യമാണ് വിദ്യാഭ്യാസ മന്ത്രിയായി ശ്രീ ശിവൻകുട്ടിയെ പ്രഖ്യാപിച്ചത്. CPMന്റെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു അറിയപ്പെടുന്ന ഗുണ്ടാ നേതാവിന്റെ ആ പരിവേഷം തന്നെയാണ് ശിവൻകുട്ടിക്കുള്ളത്. CPM സ്ഥിരമായി വിജയിച്ചു വരുന്ന മണ്ഡലങ്ങളിൽ നിന്നും അവിടെ മത്സരിച്ച് വിജയിച്ച് MLA ആകുന്നു എന്ന് മാത്രമാണ്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് സോളാർ വിഷയത്തിൽ അന്നത്തെ പ്രതിപക്ഷമായ ഇടതുപക്ഷ പാർട്ടികളും അവരുടെ MLAമാർ നിയമസഭയ്ക്കകത്ത് കാട്ടിക്കൂട്ടിയ തേർവാഴ്ചകളൊന്നും നാം മറന്നിട്ടില്ല. നിയമസഭയുടെ അകത്തളമാകെ അടിച്ചു പൊളിച്ച ആ പ്രതിഷേധത്തിനിടെ ഉടുത്ത മുണ്ടും മടക്കി കുത്തി അടിയിലിട്ടിരുന്ന കളസവും കാണിച്ച് സ്പീക്കറുടെ മേശയ്ക്ക് മുകളിൽ കയറി നിന്ന ശിവൻകുട്ടിയുടെ ആ നൃത്തതാണ്ഡവം ഇപ്പോഴും ഏവരുടെയും മനസ്സിൽ തെളിയുകയാണ്. ആ ആളെ തന്നെയാണ് പിന്നീട് വന്ന ഇടതുപക്ഷ സർക്കാർ വിദ്യാഭ്യാസ മന്ത്രിയായി കഴിവുള്ള ഒരാളായ രവീന്ദ്രനാഥിനെ വെച്ചുവെങ്കിലും രണ്ടാമത് അധികാരത്തിലെത്തിയപ്പോൾ LDF അധികാരത്തിന്റെ അഹങ്കാരത്തിൽ ഈ ഗുണ്ടാ നേതാവിൻ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയത്. കുട്ടികൾക്ക് ഒരു മാതൃകയാകാൻ സാധിക്കുന്ന ആരെയെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയാക്കേണ്ടതിന് പകരം പിണറായി വിജയൻ ഒരു രണ്ട് വാക്ക് അക്ഷരത്തെറ്റില്ലാതെ പറയുവാൻ സാധിച്ചിട്ടില്ല ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക്. SSLC പരീക്ഷയുടെ റിസൾട്ട് പറയുന്ന സമയത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ അതിൻ്റെ കണക്കൊക്കെ ഈ കഴിഞ്ഞ 4 വർഷമായി തെറ്റാതെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഈ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോഴത്തെ ഒടുവിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കാൻ പോകുന്ന വേളയിൽ കോടികൾ ഇങ്ങനെ ഇട്ട് അമ്മാനമാടുന്ന വിദ്യാഭ്യാസ വകുപ്പ് കലോത്സവത്തിന് സ്വാഗതഗാന അവതരണത്തിനൊപ്പം കുട്ടികളെ നൃത്തമാടുവാൻ പഠിപ്പിക്കുന്നതിന് അവർ സമീപിച്ച നർത്തകി അതിന് പ്രതിഫലം ചോദിച്ചതിന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ജനങ്ങൾക്ക് മുന്നിലും അവരെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളൂ. സിനിമാ മേഖലയിൽ പ്രശസ്തയായിട്ടുള്ള നടിയും നൃത്ത അധ്യാപികയുമായിട്ടുള്ള അവർ കുട്ടികളെ ഇങ്ങനെ ദിവസങ്ങളോളം നിന്ന് പഠിപ്പിക്കുന്നതിന് 5 ലക്ഷം രൂപ ചോദിച്ചു എന്നാണ് ശിവൻകുട്ടിയെ അതിങ്ങനെ ചൊടിപ്പിക്കുവാനുള്ള കാരണമായി പറയുന്നത്. അതിന് ശിവൻകുട്ടി കണ്ടെത്തിയ ഒരു മുടന്തൻ ന്യായം, ഈ നടി പണ്ട് സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത് വിജയിച്ചവരാണത്രേ, അതുകൊണ്ട് അവർ സൗജന്യമായി കുട്ടികളെ നൃത്തം പരിശീലിപ്പിക്കണം എന്നാണ് ശിവൻകുട്ടിയുടെ ഒരു കണ്ടുപിടുത്തം. ശിവൻകുട്ടി പറയുന്നത് കേട്ടാൽ ഏതായാലും CPMന്റെ ഓഫീസിൽ നിന്ന് പണം മുടക്കി ഈ നടിയെ നൃത്തം പഠിപ്പിച്ചു എന്ന് വേണം നാം കരുതാൻ. ഈ നടിക്കിപ്പോൾ അഹങ്കാരമാണ്, പൈസയോടുള്ള ആർത്തിയാണെന്നൊക്കെയുള്ള കമന്റുകളാണ് തിരുവനന്തപുരത്തെ ഒരു പൊതുപരിപാടിയിൽ വെച്ച് ശിവൻകുട്ടി ഇങ്ങനെ മൈക്കിലൂടെ തട്ടിവിട്ടത്. മൈക്കില്ലായിരുന്നുവെങ്കിൽ ശിവൻകുട്ടി നല്ല പച്ചത്തെറി തന്നെ വിളിച്ചു പറയുമായിരുന്നുവെന്ന ശിവൻകുട്ടിയെ അടുത്തറിയുന്നവർക്കറിയാം. സത്യത്തിൽ ഈ ശിവൻകുട്ടിയൊക്കെ എന്താണ് ഇപ്പോഴും ധരിച്ചു വച്ചിരിക്കുന്നത്? CPMന്റെ തിട്ടൂരമിറക്കിയാൽ പണ്ടത്തെ പോലെ ആളുകൾ ഇപ്പോഴും അങ്ങനെ പഞ്ചപുച്ചമടക്കി അനുസരിച്ച് നിന്നുകൊള്ളുമെന്നാണോ? ആ കാലമൊക്കെ പോയി ശിവൻകുട്ടി സഖാവേ. പണ്ട് ചെയ്തിരുന്ന പണികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന സഖാക്കന്മാർ ഇപ്പോഴുമുണ്ട് ഇവിടെ. അത് ഈ ശിവൻകുട്ടിയെ പോലെ തന്നെ അത് സമ്മതിച്ചു. CPMന്റെ ഭീഷണിക്ക് മുന്നിൽ നിങ്ങൾക്ക് സംഭാവന നൽകുന്ന അത്തരം ആളുകൾ ഇപ്പോഴും ഉണ്ടാകും. പക്ഷേ ജോലി ചെയ്താൽ കൂലി ചോദിക്കും. അതല്ലേ നിങ്ങളുടെ പാർട്ടി പണ്ട് അണികളെയെല്ലാം പഠിപ്പിച്ചിരുന്നത്? അങ്ങനെയല്ലേ ഈ പാർട്ടി കേരളത്തിൽ വളർന്നതും? എന്നിട്ടിപ്പോൾ നിങ്ങൾ ജോലി ചെയ്യിപ്പിച്ചാൽ, സത്യത്തിൽ നിങ്ങളാണല്ലോ ഇവിടെ കേരളത്തിലെ മുതലാളിമാർ, നിങ്ങൾ ജോലി ചെയ്യിപ്പിച്ചാൽ നിങ്ങളോട് കൂലി ചോദിക്കാൻ പാടില്ല. ഇതെവിടുത്തെ ന്യായമാണ്? ഇപ്പോൾ ശിവൻകുട്ടി സഖാവിന്റെ പാർട്ടിയുടെ സമ്മേളനം നടക്കുകയാണ്. ലോക്കൽ സമ്മേളനവും ഏരിയ സമ്മേളനവും അങ്ങനെ ജില്ലാ സമ്മേളനവും എല്ലാം വളരെ കെങ്കേമമായി ഒരു ഉത്സവത്തിന്റെ അന്തരീക്ഷത്തിൽ തന്നെയാണ് എല്ലായിടങ്ങളിൽ നടത്തുന്നത്. എല്ലാത്തിലും കോടികളുടെ ചിലവുമാണ് ഇവിടെ ഉണ്ടാകുന്നതും ഈ പണം നിങ്ങൾ പിരിച്ചെടുക്കുന്നുമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നിങ്ങൾ ഏരിയ സെക്രട്ടറി ആക്കാതിരുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിങ്ങളുടെ പാർട്ടി വിട്ടുപോയി ഇപ്പോൾ BJPയിൽ ചേർന്ന തിരുവനന്തപുരത്തെ മധു മുല്ലശ്ശേരി സഖാവിന്റെ കയ്യിൽ ഇപ്പോഴും 7 ലക്ഷം രൂപയോളം കയ്യിലുണ്ട് എന്നും അത് ഏരിയ സമ്മേളനത്തിന് പിരിച്ച പണമാണെന്നും അത് എങ്ങനെയെങ്കിലും വാങ്ങിത്തരണമെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളിപ്പോൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുള്ളത്. അത് ഒരാളുടെ മാത്രം കൈവശമുള്ള പണത്തിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ ഈ മധു മുല്ലശ്ശേരിയെ പോലെ ഓരോ നേതാക്കളും ഈ സമ്മേളന കാലയളവിൽ പണം പിരിച്ചിട്ടുണ്ടാകും. എന്നിട്ടും നിങ്ങളുടെ ഈ സമ്മേളനങ്ങളും സമ്മേളന നഗരിയുമൊക്കെ പൊലിപ്പിക്കുവാൻ വന്ന ആ സ്റ്റേജ് ഡെക്കറേഷൻകാരും ലൈറ്റ് ആൻഡ് സൗണ്ടുകാർക്കും നിങ്ങൾ പണം കൊടുക്കാനില്ലേ?
വെറും നക്കാപ്പിച്ച് കൊടുത്ത് നിങ്ങൾ അവരെ ഇപ്പോൾ പറഞ്ഞു വിട്ടിരിക്കുകയല്ലേ. നിങ്ങളുടെ ഭീഷണി പേടിച്ച് ഇനിയുള്ള ആ ബാക്കി പണം ചോദിച്ച് നിങ്ങൾ അടുത്ത് അവർ ഇനി വരില്ല എന്ന് അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നിങ്ങളുടെ കണക്കിൽ ഈ മുഴുവൻ തുകയും കൊടുത്തതായിട്ടും കാണും. നാടൻപാട്ട് സംഘങ്ങളടക്കം എത്രയോ കലാകാരന്മാരെ നിങ്ങൾ ഈ സമ്മേളനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം വെറും ഭക്ഷണം വാങ്ങിക്കൊടുത്തതല്ലാതെ എന്നിട്ടൊരു നല്ല സലാം, ലാൽ സലാമം കൊടുത്തു എന്നല്ലാതെ അവരെ മടക്കി അങ്ങനെയല്ലേ നിങ്ങൾ അയച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ ഇരയായിട്ടുള്ള ഈ കാര്യത്തിൽപ്പെട്ട ആളുകളോ അവർ നെഞ്ചിൽ ഇങ്ങനെ കൈവച്ച് പറയട്ടെ, ഇങ്ങനെയൊന്നും ഈ സമ്മേളന കാലങ്ങളിൽ സംഭവിച്ചിട്ടില്ല എന്ന്. സത്യത്തിൽ നിങ്ങളല്ലേ സഖാക്കളെ പണത്തിനായി ഇങ്ങനെ ആർത്തി പിടിച്ച് ഇങ്ങനെ പിച്ചച്ചട്ടിയിൽ പോലും കൈയിട്ട് വരുന്നത്? കലോത്സവത്തിന് സ്വാഗതമരളാൻ നൂറുകണക്കിന് കുട്ടികളെ നൃത്തം പഠിപ്പിക്കണം, പക്ഷേ പൈസ കൊടുക്കില്ല. ഭയങ്കര നേയം. അതുപോലെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, അതും തിരുമലപ്പള്ളിയിൽ നിന്ന് ശിവൻകുട്ടി സഖാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ആ നടിക്കിരിക്കട്ടെ ഒരു വലിയ ബിഗ് സല്യൂട്ട്.